അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ സ്കാനിങ്ങിന് പോവാണ്. സ്കാനിങ് എന്തുണ്ടോ എന്ന് അറിയത്തില്ല. ഇന്നാണ് ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞത്. സോ ഇന്ന് നമുക്ക് ആശുപത്രി പോവാം. കുഞ്ഞാവ എന്തെടുക്കുക, എന്ത് ചെയ്യുക എന്നൊക്കെ നോക്കിയിട്ട് വരാം. എക്സൈറ്റഡ് ആണ്. അപ്പനാവും പോവല്ലേ, അതിൻ്റെ ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇസപ്പനും ഉണ്ട് ചെറിയ ചെറിയ എക്സൈറ്റ്മെൻറ്റ്. ഇസപ്പനൊരു കുഞ്ഞുവാവ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാക്കിയത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ടെൻഷൻ ഉണ്ടോ? നല്ലൊരു പൂവിരിക്കുന്നു. നമുക്കത് കുഞ്ഞിനെ വരച്ചോ. പപ്പയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ മറ്റവനുണ്ടായപ്പോഴായിരുന്നു ടെൻഷൻ കൂടുതൽ. ഇവനുണ്ടായപ്പോൾ അത്ര ഇല്ല. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കെയറിങ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് പ്രശ്നമായിപ്പോയി. അത് അവൻ മരിച്ച സമയം, അവനുണ്ടായത് ഞാനില്ലാത്ത സമയത്ത് അവൻ സംഭവിച്ചത്. അതിന് കുഞ്ഞുണ്ടായപ്പോ ഇവിടെ ഉണ്ടായില്ലേ? ഇല്ലില്ല, ഞാൻ ഇവിടെ ഒരു നാട്ടിലായിരുന്നു. എനിക്ക് അന്നേരം നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും കുറഞ്ഞ ഞാൻ ഇവിടെ വന്നിട്ട് 3 മാസം പോലും ആയില്ല. ആദ്യമായിട്ട് വന്നിട്ട് 3 മാസമോ 4 മാസമായിട്ടുള്ളൂ. അപ്പം എനിക്ക് നാട്ടിൽ പോകാൻ യാതൊരു മാർഗ്ഗമില്ല. 600 ശമ്പളക്കാരൻ എങ്ങനെ നാട്ടിൽ പോകും? ഇവിടുത്തെ ചെലവിനുള്ള പൈസയുണ്ടായിരുന്നു. അന്നേരം ഹൈദരാബാദ് ഹൈദരാബാദായിരുന്നു. അന്ന് ഇവിടെ വന്ന് പണി പഠിക്കാനായിട്ട് കയറിയത്. അന്നേരം എനിക്ക് പോകാൻ ഒരു നിർവാഹമില്ലാണ്. പിന്നെ ഇവിടെ ഉണ്ടായി ഒരു 28 കിട്ടാൻ ആവുന്ന സമയത്ത് കണ്ട എനിക്ക് പോകാൻ പറ്റി. മാമോദിസയും അതെല്ലാം നടത്തി. എന്നിട്ട് ഇവരെ കൊണ്ട് വരാൻ പറ്റിയില്ല ആ പ്രായം വന്നപ്പോൾ. പിന്നെ റെജി നാട്ടിൽ പോയപ്പോഴാണ്, നിശ്ചയ നാട്ടിൽ പോയപ്പോൾ അവൻ്റെ കൂട്ടത്തിലാണ് ഒരു കയറി വന്നത്. അന്നേരം എത്ര വയസ്സുണ്ട്? അന്നേരം ഇപ്പം ഒരു വയസ്സായില്ല. 7 മാസം 8 മാസം ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ അന്നേരം ഞാൻ വേറെ റൂമൊക്കെ എടുക്കുന്നതും മാറി താമസിക്കണം. അതുവരെ വേറെ ബാച്ചിലേഴ്സ് പിള്ളേരുടെ കൂടെ ആയിരുന്നു. നാട്ടിലുണ്ടായില്ലേ? അപ്പു ഇവിടെ നാട്ടിലുണ്ടായി. അപ്പു മാത്രമേ ഇവിടെ. കുഞ്ഞിന് പേടിയുണ്ടോ? അത്ര പേടിക്കുന്നത് അങ്ങനെയുള്ള പേടികളൊന്നും യാതൊരു സാധ്യതയില്ല. അന്നത്തെ കാലമൊന്നുമല്ല. ഇപ്പോൾ ഒരുപാട് ടെക്നോളജികളൊക്കെ മാറിപ്പോയി. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്ത് എത്തപ്പെടാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ പണ്ട് നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന സ്കാൻ ചെയ്യണ വയറ്റിലല്ലേ, ഇപ്പൊ വയറിലൊന്നും അല്ല സ്കാൻ ചെയ്യുന്നത്. പ്രൊസീജിയറൊക്കെ മാറി പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നു. ഇതിലൊക്കെ പറ വന്നിട്ട് പറയാതെ. അപ്പൊ ഇനി വന്നിട്ട് പറയാം. ബി പി വെയിറ്റ് ടെമ്പറേച്ചർ. പ്രഗ്നൻസി കൺഫേം ചെയ്തതിന് ശേഷം എപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ആദ്യം തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് അവർ ചെക്ക് ചെയ്യും. പിന്നെ ടെമ്പറേച്ചർ, BP ഇതെല്ലാം ചെക്ക് ചെയ്ത് അവർ കുഞ്ഞിൻ്റെ ഫയലിൽ എഴുതും. അതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോവാറ്. ഈ പ്രാവശ്യം ഡോക്ടറെ കാണാൻ നേരത്തെ ഞാനും കുഞ്ഞിൻ്റെ കൂടെ അകത്ത് കയറിയിരുന്നു. സ്കാനിങ് ഉണ്ടല്ലോ, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഞാൻ വീഡിയോ എടുത്തോട്ടെ? പുള്ളിക്കാരി പറഞ്ഞു പിന്നെന്താ. കുഞ്ഞ് ഒക്കെയാണോ? പേടിയുണ്ടോ? കുഞ്ഞു heartbeat. You can see the baby moving and the heart moving. I think it's clear, right? Okay. Yes. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത്
4 ദിവസം കഴിഞ്ഞിട്ട് എന്ത് സ്കാൻ? 2 ദിവസം സാറ്റർഡേ. എന്ത് സ്കാൻ? NT സ്കാൻ ചെയ്യാനുണ്ടെന്ന് പറയും. സോ അത് പുറത്തേക്ക് എഴുതി തന്നിട്ടുണ്ട് നമുക്കപ്പോൾ സാറ്റർഡേ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലല്ല, അതൊരു സ്കാനിങ് സെൻറ്റർ. അവിടെ പോയി നമ്മൾ സ്കാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകിട്ട് ഡോക്ടറെ പോയി കാണണം. നമുക്ക് നാട്ടിൽ പോകണമെന്ന് പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ ഇനി 3-ാമത്തെ ദിവസം ഒരു ഇമ്പോർട്ടൻറ്റ് സ്കാനാണ് NT സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ സോ അതിനുശേഷം അന്ന് വൈകിട്ട് ഡോക്ടർ പറഞ്ഞേ കുഴപ്പമില്ല, ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. എന്നെ ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചിട്ടോ, അത് നമ്മൾ വീഡിയോ കണ്ടില്ലേ, ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചു. അത്യാവശ്യം നല്ല സൗണ്ടിലിട്ട് ബുഡു ഇടിക്കണൊക്കെ. പിന്നെ അവനെ ചെറുതായിട്ട് കാണിച്ചു തന്നു അങ്ങനെ. അപ്പോൾ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് നമുക്ക് ഒന്നെന്തെങ്കിലും പറയാണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലേ? വിശക്കണം, എനിക്കും വിശക്കണം, കുഞ്ഞാക്കും വിശക്കണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.